ഹായ് ഹോംലി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. പുതിയ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടല്ല, വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. മിക്കപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പം എന്നാലും നിങ്ങൾക്ക് ഇനി അറിയാൻ പാടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടിയെന്ന് ഓർത്തിട്ടാണ്. കാരണം ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് അമ്മയെ എടുത്തോ ഞങ്ങളെത്തി എന്നുള്ള ഒരു വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീട്ടിലോട്ട് മക്കൾ കയറി വരുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ കടല മസാല അല്ലെങ്കിൽ കടല റോസ്റ്റാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ ബേക്കറി പോയി മേടിക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ബേക്കറിയിൽ കൊടുക്കുന്ന അത്രയും വില നമുക്ക് എന്നാണെങ്കിലും ഒത്തിരി വിലയുടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് അതിനകത്തേക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഉണ്ടാക്കണ്ടേ, നമുക്ക് കടൽ റോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് നമുക്ക് നമ്മൾ എടുക്കുന്ന കടലയുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ കടലയുണ്ട്. 1/2 കിലോ കടലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാല വേണം. നിങ്ങളുടെ ഇഷ്ടം പോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏകദേശം നമുക്ക് അത് കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ, അതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അതെ, ഇപ്പം ഞാനിത് ഇവിടെ ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അതും നമ്മൾ ഇച്ചിരി കടലയ്ക്കും കൂടെ കൂട്ടിയിട്ടുള്ള ഉപ്പ് വേണം ഇടാൻ. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു മഞ്ഞ കളറിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില, അത് എനിക്ക് ഇച്ചിരി വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിടുന്നു. അതുപോലെ വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. അത് നമുക്ക് അധികം ടേസ്റ്റ്, അങ്ങനെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഇടണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ കൂടുതലിട്ടെന്നുള്ളേ. പിന്നെ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ആദ്യം മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് ഇപ്പം ഇത് ഏകദേശം ഒരു മിക്സായി. നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ. ഒത്തിരി വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ കടലയിൽ മസാല അങ്ങനെ പിടിച്ച് നിൽക്കത്തില്ല, ഇങ്ങനെ വിട്ട് പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കല്ലേ. വേണ്ടോ, ഏകദേശം ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് അതിനകത്തേക്ക് കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ കടല ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് മൊത്തം ഇടുന്നില്ല. ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മസാല കറക്റ്റ് ആണോ എന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ നല്ല. അപ്പം ഇപ്പം കണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മുടെ മസാലയ്ക്ക് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലയിൽ മസാല ശരിക്കും പിടിക്കുകയല്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം. ഇതിപ്പോൾ നമുക്ക് അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഇതിങ്ങനെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിൽ ഇത്ര മതി. ഈ ഒരു ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കണം. സംഭവം ശരിയായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു നമുക്കൊരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഇതിനകത്തേക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ
ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി നല്ലതായിട്ട് ചൂടായി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പം ഒഴിക്കുന്നത് ഇത് സൺഫ്ലവർ ഓയിലാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ എടുത്ത് കുറച്ചേ ഒഴിച്ചുള്ളൂ. കുറച്ചുകൂടി മതിയല്ലോ അല്ലേ. അപ്പം എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കടല റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ച് കടല കണ്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുന്നേ ഉള്ളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആയിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി എണ്ണ ഒഴിച്ച് ഇടേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ഇങ്ങനെ ഇട്ട് ചെറുതായി കട്ടയൊക്കെ കിടക്കാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഇത് നല്ലതായിട്ട് അങ്ങ് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. കാരണം അത് കടലയൊന്ന് വേഗണ്ടേ, അതിന് വേണ്ടിയിട്ട്. നല്ലതായിട്ടൊന്ന് ചൂടായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കടല റോസ്റ്റ് ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതത് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒത്തിരി കട്ട കൂടി കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നടത്തിയിട്ട് കൊടുക്കണം കേട്ടോ. മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് നല്ലൊരു പരുവായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്. നമുക്കിനി അത് കോരി മാറ്റാം. ഇത് കണ്ടോ, നല്ലതായിട്ട് നല്ല കടല റോസ്റ്റ്. എല്ലാം പിന്നെ ഞാനിതിനകത്ത് പറയാൻ വിട്ട് വേറൊരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ മാവെടുക്കത്തില്ലേ, കടലമാവ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കുറച്ച് അരിപ്പൊടിയും കൂടി അതിനകത്തേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മറന്നുപോയി. ഞാൻ പെട്ടെന്ന് അത് ചെയ്തപ്പോഴത്തേക്ക് ഇതിപ്പോൾ അതേ മക്കൾ വരാറായി. അപ്പോൾ ഞാൻ അതുവരെ പെട്ടെന്ന് ഇതുപോലെ നോക്കിയതാണ്. ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പം നിങ്ങളുണ്ടാക്കുമ്പോഴത്തേക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കറിവേപ്പിലയും വെള്ളത്തുള്ളിയും ഒക്കെ നല്ല കടലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, കുട്ടികൾക്കായിട്ട് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് വരാം.